Hello guys, good evening. Welcome to our channel Yaseen Vlogs. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീലങ്ക നിഗംബോ. പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകണം, ഇന്ത്യയിലോട്ട് റിട്ടേൺ ബാക്ക് ടു കേരള, ഇന്ത്യ. അപ്പം ബൈ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ടാക്സിയോ ഓട്ടോ അങ്ങനൊന്നും അല്ല. നമ്മളിന്ന് നടന്നു കഴിഞ്ഞാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. നടന്നല്ല കേട്ടോ, അപ്പുറത്ത് ആ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബസ് കിട്ടും. കാരണം ഇന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകാത്ത എന്താ വെച്ചാൽ ഓട്ടോക്ക് 1000 രൂപ ഞങ്ങൾ വില ചോദിച്ചു, പ്രൈസ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഓട്ടോക്ക് വൺ സൈഡ് എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യാൻ 1000 രൂപ, അതും 4 കിലോമീറ്ററിനിട്ട് 1000 രൂപ. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ബസ് കയറി പോകാൻ വേണ്ടി പോവാണ്. കാരണം വെറും 450 രൂപയേ ഉള്ളൂ ശ്രീലങ്കൻ മണി ഞങ്ങളെ കയ്യിൽ, ബാക്കിയെല്ലാം അക്കൗണ്ടിലാണ്. അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 400 രൂപ ഫൈനായിട്ട് വെറുതെ ഇവർ കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞ് ഇവിടുത്തെ തൊട്ടടുത്ത ജംഗ്ഷൻ കയറി കഴിഞ്ഞാൽ 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ജംഗ്ഷൻ വരും. അവിടുന്ന് ഏത് ബസ് കയറിയാലും എയർപോർട്ടിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരും. എയർപോർട്ടിൻ്റെ ഉള്ളിലല്ല കേട്ടോ, പുറത്ത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പുലർച്ചെ 3 മണിക്കാണ്. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിക്കൂർ നേരത്തെയാണ് പോകുന്നത്. കാരണം രാത്രി ലേറ്റ് ആയി കഴിഞ്ഞാൽ എയർപോർട്ടിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മളൊരു പൈസ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നത് സ്പൈസ് ജെറ്റിലാണ്. 3 മണിക്ക് ചെന്നൈയിലോട്ടുള്ള ഫ്ലൈറ്റ്. ഏകദേശം ഒരു 4:30 ഒക്കെ ആകുന്നേരം നമ്മൾ അവിടെ എത്തുമായിരിക്കും അല്ലേ. ഫ്ലൈറ്റ് ഡിലേ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ 4:30 ആകുന്നേരം അവിടെ എത്തും. ഇനി ബസ്സുള്ള സ്ഥലത്ത് എത്തിയിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദിസ് ഈസ് അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ഫ്രം ശ്രീലങ്ക. അപ്പം ലാസ്റ്റ് നമ്മൾ പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് വിഷമിച്ചിരിക്കുക, കാർമേഘൊക്കെ വന്നിട്ടില്ലേ. പക്ഷെ ഒരു വണ്ടർഫുൾ സൺസെറ്റാണ് ആ സൈഡ് കാണുന്നത്. ഇപ്പം ഈവനിങ് 6 മണി ആയിട്ടുണ്ട്. അപ്പം ശ്രീലങ്കേനോട് വിട്ടു പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ സമയമായി. പക്ഷെ കുറച്ച് വിഷമമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീലങ്കയിൽ. നമ്മൾ പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് യാത്ര നിർത്തി പോകേണ്ടി വന്നു. കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും എന്താ കാരണം എന്നൊക്കെ. ഈ വീഡിയോയിൽ അങ്ങനത്തെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നില്ല, ഒരു കംപ്ലീറ്റ് വ്ളോഗാണ്. അപ്പം ബൈ ശ്രീലങ്ക. ശ്രീലങ്ക കാണിച്ചു തരാം. ഇനി ശ്രീലങ്ക കാണിച്ചു തരാൻ പറ്റൂല, അതുകൊണ്ടാണ് അടുത്ത കൺട്രി പോവാ. ശരിയാ. പിന്നെ നമ്മളെ വീഡിയോന് സൗണ്ട് ഇല്ല എന്ന് ആരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാം. ബെൻസ് ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാനില്ല. ഇത് വിളിച്ചാലോ ടാക്സി ആയിട്ട് എയർപോർട്ടിലോട്ട് കൊടുത്തിട്ട് പോകാൻ ഗോപ്രോ എടുത്തിട്ട് പോകാം. 1.25 ലക്ഷം രൂപ എടുത്ത് വരെ ഒരു ടൈം. റോഡ് ക്രോസിംഗുള്ള പ്രത്യേകം വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ സീബ്ര ലൈനിൽ കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വണ്ടി നമ്മളെ പാസ് ചെയ്ത് പോലെ എല്ലാവരും അവിടെ വന്ന് നിർത്തും. നമുക്ക് ആ ഓട്ടോക്കാരനോട് ചോദിച്ചു നോക്കാം. എയർപോർട്ടിലോട്ട് എത്ര ഫോർ എയർപോർട്ട് ബസ് ദാറ്റ് സൈഡ്, നോട്ട് ദിസ് സൈഡ്. നമ്മൾ ഫ്രം ദർ ദാറ്റ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, താങ്ക് യു ഗൈസ്. പെട്ടുപോയി, അവരുടെ ആയിരുന്നു ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ചോദിച്ചു തന്നായി. നമ്മൾ ഇങ്ങോട്ടാണെന്നായിരുന്നു വിചാരിച്ചത്. എയർപോർട്ട് ഇങ്ങോട്ട്. ലെറ്റ്സ് ഗോ ടു എയർപോർട്ട്. ഇവിടെ ടയർ ഷോപ്പൊക്കെ ഉണ്ടല്ലേ, ചെറിയ പഞ്ചർ കട ഇതൊക്കെ ആയിട്ടുള്ള. ഇവിടുത്തെ പോലീസുകാരൻ, ദാറ്റ് ഈസ് എ പോലീസുകാരൻ. എവിടെ എല്ലായിടത്തും ചോദിക്കും. ഇല്ല പ്രശ്നമാണ്. നമ്മൾ ബസ്സൊക്കെ ചോദിച്ചു പോയാലോ, ബസ് പ്രൈവറ്റ് ബസ് അവിടെ ഇടണ്ട, പ്രൈവറ്റ് ബസ് ഇവിടെ ഉണ്ടാവും. അവിടെ പോയി ചോദിക്കും അമ്മ ഇങ്ങോട്ട് പോകാനുള്ള ഇടണ്ട, അപ്പോൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ വട്ടം കറക്കിയിട്ടുണ്ട് ഇവിടുന്ന് കുറെ. എയർപോർട്ടിന്റെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കട്ടുനായകെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കൊളംബോ എയർപോർട്ടാണ് കേട്ടോ, നിഗംബോയിലാണ് ഉള്ളത്. പക്ഷേ കാലിക്കറ്റ് എയർപോർട്ടിൽ മലപ്പുറത്താണ് കച്ചവടം. അതുപോലെ തന്നെ കറക്റ്റ് എയർപോർട്ട് ബസ്. എയർപോർട്ട് കാണുന്നേ സ്ട്രൈറ്റ് എയർപോർട്ട് ബസ്. എയർപോർട്ട് how much? just right 80 for 2 person. 80 rupees. Yes. ഓ ടാക്സി 1000 രൂപ കേട്ടോ. ഇപ്പൊ ഡിഫറൻസ് മനസ്സിലായില്ലേ? യെസ്. ഒരാൾക്ക് 40. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? എയർപോർട്ടിലോട്ട് 7 കിലോമീറ്റർ അല്ലേ? 5 6 7. അതിനാണ് 40 രൂപയിൽ മേടിച്ചത്. ഇത് കുറച്ച് കൂടുതലാണ്. നിഗംബോ ടു കട്ടുനായക എയർപോർട്ട്. ഇത് നിഗംബോ അല്ല, കേരള. മലയാളം. ദുബായ്, സൗദി അറേബ്യ. ഇവിടെ മലയാളം അറിയുന്നവരൊക്കെ ഗൾഫിൽ നിന്നവർ.
മുഹമ്മദ് കുട്ടി മലയാളി. അപ്പൊ ഇവന്റെ മുതിർ കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ കാളെ ഞങ്ങൾ കൊളംബോയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. മുഹമ്മദ് റൈഹാൻ. അപ്പൊ കഫീൽ ഇവനെ കാണുകയാണെങ്കിൽ നമ്മളെ പോസ്റ്റിനെ കാണുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ നമ്മൾ പോയല്ലേ. ഈ ബസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ എയർപോർട്ടിലോട്ടുള്ള ബസ്സാണ്. അപ്പോൾ പുള്ളിക്കാരനെ പരിചയപ്പെട്ടുകൊണ്ട് അടിപൊളി. മൂപ്പര് നമ്മളെ കേരളത്തിലുള്ളതൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടും പിന്നെ മൂപ്പര് അളിയനൊക്കെ നല്ലോണം മലയാളമൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ സ്ട്രെയിറ്റ് ടു എയർപോർട്ടാണ്. ഇനി എങ്ങോട്ട് നോക്കണ്ട, എയർപോർട്ട് പോയിട്ട് ഫുള്ള് കയറ്റി നിർത്തുന്ന പറഞ്ഞു എയർപോർട്ടിനുള്ളിൽ. അപ്പോൾ ശ്രീലങ്കയോട് ചാറ്റ പറയുകയാണ് ഗൈസ്. അപ്പം ഇനിയുള്ള കാലത്ത് നമ്മൾ പിന്നെ വേറൊരു രാജ്യത്തോട്ട് പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇന്ത്യ കണ്ട് തീർക്കുക. അതിനുശേഷം വേറൊരു രാജ്യം കാണുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ചീപ്പസ്റ്റ് എൻട്രിയാണ് ശ്രീലങ്ക. എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, ഇങ്ങോട്ട് വരുന്നു. കുറച്ച് മുന്നേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണേ 4500, 5000, 3500 വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. വളരെ എക്സ്പെൻസീവ്. ഞാൻ ഒരാൾക്കൊരു 15000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വരില്ല. ഇന്ത്യൻ പൈസ 15 ഉണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് ഇറങ്ങി. ഗൈസ് വണ്ടി ഡയറക്റ്റ് എയർപോർട്ടിൽ കൊണ്ടേ ഇറക്കി. യെസ്, ഇത് ഇവിടുന്ന് ടാക്സി വിളിച്ചു പോകാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. ബസ് ഇവിടെ വരും, 80 രൂപയ്ക്ക് ഇവിടെ എയർപോർട്ടിലെത്തും. അപ്പം പിന്നെ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരുപാട് റഷ്യൻസിനെ യുക്രൈൻസിനെ നമ്മളെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നാട്ടിലോട്ട് മടങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഫോറിനേഴ്സിനൊക്കെ ഇങ്ങനെ കണ്ട സമയത്താണ് അവർ ഓർമ്മ വന്നത് അല്ലേ. അപ്പോൾ അതൊരു ഭയങ്കര സാഡ് ന്യൂസാണ്. ഒരുപാട് പേര് നമ്മുടെ മലയാളികളും പല നാടുകളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പെട്രോൾ പമ്പിലൊക്കെ കണ്ട സമയത്ത് ഇവിടെയൊക്കെ എണ്ണയ്ക്ക് ക്ഷാമം തുടങ്ങി. എത്ര പെട്ടെന്ന് തന്നെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ ശ്രീലങ്കയിൽ എന്തോ പ്രശ്നമുണ്ട്. എല്ലാ പമ്പും ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിന് എൻട്രൻസിലാണുള്ളത്. സെക്യൂരിറ്റിൻ്റെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇനി കയറിയിട്ട് എടുക്കല്ലേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു അൺയൂഷ്വൽ ചെക്കിങ് ഇതുവരെ നമ്മൾ ഒരു എയർപോർട്ടിലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വേറെ കുറേ എയർപോർട്ടുകളുണ്ട്. ഏകദേശം ഒരു 6 എയർപോർട്ട് ഇന്ത്യയിലും അവിടെ ഇവിടെ കയറിയിട്ട് ഒന്നും ചെക്കിങ് ഇങ്ങനെ കണ്ടിട്ടില്ല. കയറി തന്നെ മൊത്തം സ്ക്രീൻ ചെയ്ത് മൊത്തം മറ്റേ സാധനം വെച്ച് നോക്കി എല്ലാം നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. കാണിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ദോഹ QR ചെക്ക് ഇൻ ഗേറ്റ് ഓപ്പൺ, ഫൈനൽ കോൾ ഗേറ്റ് ക്ലോസ്ഡ്. ഒറ്റ ഇതില്ല. മോസ്കോയിലോട്ട് എങ്ങനെയാണ് ഫ്ലൈറ്റ്? ഇപ്പോൾ എയർലോഫ്റ്റിൻ്റെ മോസ്കോ ഡയറക്റ്റ് ഫ്ലൈറ്റ്. മോസ്കോ എയർ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്ത് ന്യൂസ് അൽ ജസീറയിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാ? ഇതാണ്ട് അവിടുത്തെ ചെക്ക് ഇൻ. നമ്മളിപ്പോൾ ഗേറ്റ് വിടുമോ? അവിടെ പോയി റെസ്റ്റ് ചെയ്യാവാ. അവിടെ ഇരിക്കാനുള്ള സീറ്റുണ്ട്. ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട്, മണിക്കൂറുകളായി. അപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ എത്ര മണിക്കൂർ ഇരിക്കുന്നത്? 5-6 മണിക്കൂർ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എയർപോർട്ടിൽ എയർപോർട്ടിൽ ഫ്രീ വൈഫൈ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ ഫ്രീ ആയിട്ട് കുടിവെള്ളം കിട്ടും കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും വാങ്ങാതെ വന്നിട്ട് എയർപോർട്ടിനുള്ളിൽ ദാഹിക്കുകയാണെങ്കിൽ ഇവിടെ ഒടുക്കത്തെ പൈസയാണ്. സ്മോക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, ഫൈസിക്ക ഏരിയ. ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ വെറുതെ പറയാം. അപ്പോൾ ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കിട്ടും. എന്ത്? കുടിവെള്ളം. ഏരിയ ഇവിടെ നമ്മളെ ചെന്നൈ എയർപോർട്ടിൽ കണ്ടപ്പോഴൊന്നുമല്ല. അവിടെ ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ കൊണ്ട് കയറിയാൽ ഡയറക്റ്റ് പോയിരിക്കണം. അത്ര വലിയ സ്പേസൊന്നും ഇല്ല ഇരിക്കാൻ. ഇവിടെ പിന്നെ കുറേ ഫോറിൻ ആൾക്കാരൊക്കെ വന്നിട്ട് 8 മണിക്കൂർ മുമ്പ് 9 മണിക്കൂർ മുമ്പൊക്കെ വന്നിട്ട് ഒരേ ഇരിപ്പാണ്. നമ്മളെ വേക്കോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും. യെസ്, ഇവിടെ മണിക്കൂറുകളായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഗൈസ് ഇനി എന്താ അറിയില്ല, ചെക്കിങ് ചെയ്യാൻ നോക്കട്ടെ. ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റില്ല, ഒട്ടുക്കത്തെ പൈസയെ കൊണ്ട്. അപ്പോൾ ഗൈസ് മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഫൈനലി സെക്യൂരിറ്റി ചെക്കിങ്ങും
ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് എന്തൊരു സിമ്പിൾ അറിയാം ഇവിടെ. അപ്പോൾ സമയം എന്താ ഇപ്പം? 12:30 ആയിട്ടുള്ളൂ. ഇനി 1:30, 2:30, 3:30. 3:10. അപ്പോൾ 2.5 മണിക്കൂറിൻ്റെ മേലെ ഇരിക്കണം. അപ്പോൾ ഇതാട്ടോ എയർപോർട്ടിൻ്റെ ഉൾവശം. അത്യാവശ്യം അടിപൊളിയല്ലേ? 6 to 14 ഇങ്ങോട്ട്. ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ നമ്മളെ ചെന്നൈനെക്കാട്ടിയും ഭയങ്കര വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരു കാര്യം, ഞങ്ങൾ ചെന്നൈയിൽ നിന്നപ്പോഴും ചെന്നൈയിൽ നിന്ന് പോകാനായിട്ട് കൂടുതൽ ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുന്ന പോലെ. അടിപൊളി, എന്നെ രസം. എന്തോ ഒരു സ്ഥലത്തോട്ടാ അടിപൊളി. ഫുള്ള് ആൾക്കാരുമാണല്ലോ ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ഈ ഡ്യൂട്ടി ഫ്രീ എന്ത് മേടിച്ചാലും ഡ്യൂട്ടി ഫ്രീ ആണ്. അതാണ് ഡ്യൂട്ടി ഫ്രീ ആണ്. ഡ്യൂട്ടി ഫ്രീ ഇല്ല. ഓ, എന്നാ മേടിച്ചൂടെ? ഞമ്മ ജസ്റ്റ് നോക്കിയാക്കല്ലോ. ശ്രീലങ്കൻ എയർപോർട്ട്, കൊളംബോ എയർപോർട്ട് 1.5 എയർപോർട്ട് കേട്ടോ. എന്തൊക്കെ സാധനമുള്ള അറിയോ? ഫുള്ള് ഓപ്പണായി കിടന്നിട്ട് ഇങ്ങനെ മസാജിങ് വരെ, സ്പാ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഡയമണ്ട്. അപ്പോൾ പൈസയൊക്കെ നോക്കിയിട്ട് ടാക്സ് ഫ്രീ കുറേ സാധനത്തിന് ടാക്സ് ഫ്രീ സാധനങ്ങളുണ്ട്. ഇതെന്താ എയർപോർട്ടിൽ ഇങ്ങനെ ടാക്സ് ഫ്രീ കൊടുക്കാനുള്ള കാരണം? അതെന്താന്ന് നമുക്കറിയില്ല. എല്ലാ എയർപോർട്ടിലും ഉണ്ടാവും ഡ്യൂട്ടി ഫ്രീ. ഓക്കെ. ആ നാട്ടിലത്തെ സാധനങ്ങൾ ബാക്കിയുള്ള അടുത്ത് എത്തിക്കാനായിരിക്കും. ഇന്റർനാഷണൽ സാധനങ്ങളാണ്, എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡുകളാണല്ലേ. ലോക്കൽ ബ്രാൻഡുകൾ ഇവിടെ ഉണ്ടാകത്തില്ല. ആ ലോക്കൽ ബ്രാൻഡുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലവാകത്തില്ല. കാരണം ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ വരുന്ന ഇന്റർനാഷണൽ ഭയങ്കര ഒരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് ഈ ഇതിന്റെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുന്ന സംഭവം. സത്യം കേട്ടോ. പക്ഷെ ആൾക്കാർ നല്ലോണം വാങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒട്ടും വാങ്ങൂല. ടാക്സ് കൊടുക്കണ്ടല്ലോ. ടാക്സ് കൊടുക്കേണ്ട കുറേ കണ്ടമാന സാധനങ്ങളുണ്ട്. എയർപോർട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ടായിരുന്നു തോന്നിയത്. അറൈവല്, ഇമിഗ്രേഷന്, കസ്റ്റംസ് പുറത്ത്. ഇപ്പൊ മനസ്സിലായി. ട്രാൻസിറ്റ് ഹോട്ടൽ അതവിടെ. ഇത് വളരെ വലുതാണ്. നമ്മൾ ഇങ്ങോട്ട് വാ. അതാ. അപ്പോൾ ഗൈസ്, പൈസക്കാർക്ക് ബോധമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇവിടുന്ന് കറക്റ്റ് കാണുന്നുണ്ട് ഗേറ്റ് നമ്പർ 14. ഈ ക്യാമറേൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ ഒന്നും കൂടി സെറ്റായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വൽസ് അങ്ങനെ പുറത്തുള്ളത് കാണാൻ പറ്റില്ല, ഉള്ളിലുള്ളതേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഇന്ന് സ്പൈസ് ജെറ്റ് ആയതുകൊണ്ട് തിന്നാനൊന്നും കിട്ടില്ല. പട്ടിണി കിടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എയർപോർട്ടൊക്കെ നമ്മളതാട്ടോ കുറച്ചുകൂടി ലക്ഷറി ഫീൽ ചെയ്യുന്ന ഇന്ത്യൻ. ഇവിടെ നോർമൽ ഒരു വൻ ലക്ഷറി ഒന്നും ഫീൽ ചെയ്യില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിലിങ്ങനെ കയറി പോകണമെന്ന്. നേരെ ഉള്ളതിൽ എങ്ങനെയാണ് പോകണമെന്ന്. കാരണം കുറേ സിനിമയിലൊക്കെ ആൾക്കാരിങ്ങനെ പോകണമെടുക്കണേ. പക്ഷെ എനിക്കിതുവരെ പോകാൻ പറ്റില്ല. ഓ, ലോഞ്ചൊക്കെ അതാ അവിടെ. ലോഞ്ചിനൊക്കെ ഒട്ടുക്കത്തെ റേറ്റ് ചെയ്യും. വല്ല ക്രെഡിറ്റ് കാർഡോ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് രസത്തിനാണല്ലോ ഇങ്ങനെ നടക്ക്. ശ്രീലങ്കൻ എയർപോർട്ടിൻ്റെ ലാസ്റ്റ് ഇതിൽ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്തോ ഒരു നിയമമുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്തില്ല. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. സമയം എത്രയായി? 2:30 ആയിട്ടുള്ളൂ. ഇനി അരമണിക്കൂറിൻ്റെ മേലെ, അരമണിക്കൂറിൻ്റെ അടുത്ത് ഇരിക്കാണ്ട്. പിന്നെ കയറി അവിടെ നമുക്കിത് സാധനം കിട്ടിയിട്ടോ. ഇന്ത്യയിലോട്ട് വരുന്നവർ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലോട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ അറൈവൽസിനുള്ള സാധനം ഈ സാധനമല്ലേ നമ്മൾ എയർ സുവിധയിൽ കയറ്റി സാധനമല്ലേ.
പിന്നെ ഇന്ത്യയിലോട്ട് വരുന്നവർക്ക് ഇനി മുതൽ RT-PCR കാര്യങ്ങളൊന്നും വേണ്ട. എയർ സുവിധ മാത്രം മതി. എയർ സുവിധ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വരട്ടോ. പൈസ RT-PCR പൈസ ടൈം ഇതൊക്കെ ലാഭമാണ്. അല്ലെങ്കിൽ RT-PCR എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ടെൻഷൻ അടിച്ചിരിക്കണം. പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ. കാരണം എന്താ പറഞ്ഞാൽ ഒന്നിനും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതാട്ടോ കോഴിക്കോട് ഞങ്ങൾ ട്രാവൽ ഇറങ്ങാൻ വേണ്ടി ഇവനോ ओवर एडमिट पर लिखे सीट नंबर की मदद से अपनी कुर्सी पर बैठ जाएं। सबकी सुरक्षा को ध्यान में रखते हुए आपसे निवेदन है कि पूरी फ्लाइट के दौरान अपनी सीट चेंज ना करें और मास्क, ग्लव्स इत्यादि को पहने रखें। जब तक അപ്പോൾ ഗൈസ് ഈ സ്പൈസസിൻ്റെ റിവ്യൂ ആണ് ശ്രീലങ്കൻ എയർലൈൻസും സ്പൈസ് ജെറ്റും തമ്മിലുള്ളത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പറ്റ ബോറാണ്. ഇതൊക്കെ പിന്നെ ഇത് ശ്രീലങ്കനാണ് കുറച്ചുകൂടി ബെറ്റർ ഈ ഫുഡ് കഴിക്കുന്ന സെറ്റപ്പൊക്കെ. പിന്നെ സ്പേസ് കുറച്ചുകൂടി കാല് വെക്കാൻ എനിക്ക് സ്പൈസ് ജെറ്റാണ് തോന്നിയത്. പിന്നെ ഇത് അവിടെ ബാഗിനോട് പിന്നെ ലൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി തീരെ ഇല്ലാത്ത സാധനമാണ്. സീറ്റ് ബെൽറ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ചടച്ചു പോയി. എന്തത് ലോറി കൊടുക്കുന്ന സീറ്റ് ബെൽറ്റ് ഇതൊക്കെയാണ്. സ്പൈസ് ജെറ്റ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. പിന്നെ ഏറ്റവും ലോ കോസ്റ്റ് ഫ്ലയർ ആണ് സ്പൈസ് ജെറ്റ്. അങ്ങനെ ലോ കോസ്റ്റ് ഫ്ലയറിലെല്ലാവരും ലോ കോസ്റ്റ് ഫ്ലയർ ആണ് സ്പൈസ് ജെറ്റ്. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 8,200 ടിക്കറ്റ് എടുത്ത് അതിൽ കൂടുതൽ കൊടുത്തില്ലല്ലോ. പിന്നെ ഫുഡോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല കേട്ടോ. കഴിഞ്ഞത് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് കഴിച്ച ഫുഡ് ഇന്നിപ്പം ഇല്ല. ഇപ്പൊ അവിടെ എത്തിയാൽ രാവിലെ ഉണ്ടാവില്ലല്ലോ. നമ്മള് ചെന്നൈയിലെത്തിട്ട് നമ്മളെ മറ്റേ എന്തായാലും പറയും ദോശയും വടയും ഇപ്പൊ കിട്ടും. 4 മണിക്ക് ദോശയും വടയും കിട്ടും. അതെ ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് ഇങ്ങനെ പോണതാ. അപ്പം സ്പൈസ് ജെറ്റ് ഇതുവരെ വലിയ കുഴപ്പമില്ല, വലിയൊന്നുമില്ല. എല്ലാവരും പൈസ കൊടുത്ത് ഫുഡ് കഴിക്കുന്നവരെ നമുക്കൊരു ചടപ്പുണ്ടാവും. അന്നേരമൊക്കെ വെച്ചാവും. സ്മെല്ല് എൻ്റെ അഭിപ്രായത്തിൽ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ സ്മെല്ലാട്ടോ. കുറച്ചുകൂടി നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അവർ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സെറ്റപ്പ്. ഒന്നുമില്ലാന്ന് വിശ്വസിക്കരുത്. ഒരു കുപ്പി വെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. 200 ml വെള്ളം. 200 ml അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടമായി. കറക്റ്റ് പറഞ്ഞല്ലോ, നല്ല ക്യൂട്ടായിട്ട് ചെറിയ സാധനം. അപ്പോൾ ഒന്നുമില്ലാന്ന് വിചാരിക്കരുത്. സ്പൈസ് 6 രൂപന്റെ സാധനം കേട്ടോ. 8,200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് 6 രൂപന്റെ വെള്ളം എന്ന ഫുഡ് എന്തെങ്കിലും വിശന്നിട്ടും ഇല്ല. ഗൈസ് ഇവിടുത്തെ പരിപാടീസൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എയർ സുവിധ എന്തിനു ചെയ്തെന്ന് അറിയില്ല. അപ്പോൾ എയർ സുവിധ ഓക്കെ. അതിനുശേഷം ഞങ്ങൾക്ക് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഒരു പേപ്പർ എണിച്ചെന്നില്ല ഞാൻ. അതൊന്നും ആരും ചോദിച്ചില്ല. അത് എന്തിനാണോ മേടിച്ചത് ഇല്ല എന്തിനോ മേടിച്ചു. അപ്പൊ ഗൈസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മളിഞ്ഞ് എങ്ങോട്ടാ പോണേ? അവിടെ അല്ലേ? അവിടെ പോയിട്ട് അപ്പുറത്ത് നമ്മളെ മൂപ്പര് നമ്മളെ കോയൊക്കെ കൂട്ടാൻ വേണ്ടി ഇറക്കി തന്ന ആളെന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് കേട്ടോ. യെസ്. അപ്പോൾ ചെന്നൈ എയർപോർട്ട്. ഓ ഇന്ത്യയിലെത്തി. കസ്റ്റംസ് പിടിച്ചിങ്ങോട്ട് ഇറങ്ങി. അത് പറഞ്ഞ പോലെ എന്നെ കസ്റ്റംസ് പിടിച്ചു. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചിങ്ങനെ വരില്ലേ, എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി എവിടെ പോയത് അറിയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊളംബോല്. എന്താ പരിപാടി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ബ്ലോഗറാണ് യൂട്യൂബറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ച് എന്നെ ഒന്ന് അടിപൊളി നോക്കി ഒന്നുകൂടി പാസ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ബാഗിൽ എന്തൊക്കെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡ്രസ്സുണ്ട് ക്യാമറ ഉണ്ട് പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുണ്ട്, പിന്നെ ഇത് കയ്യിലുണ്ട് പറഞ്ഞു. പുതിയതാണോ പഴയതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾഡ് വണ്ണാണ്. ഏതുപോലത്തെ ക്യാമറ ആണെന്ന് ചോദിച്ചു. ഞാൻ ഇതിൻ്റെ ചെറുതാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പഴയ വെർഷനാണെന്ന് പറഞ്ഞു. എന്നാൽ എടുക്കുക പറഞ്ഞു. അത് കൊണ്ടുപോകുമ്പോൾ ഡിക്ലറേഷൻ എഴുതിനോന്ന് ചോദിച്ചു ക്യാമറ കൊണ്ടുവന്നതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. എന്നാൽ ക്യാമറ പ്രൈസ് എത്ര പറയാണ്. ഞാൻ മേടിച്ചപ്പോൾ 30,000 ആയിരുന്നു. ഇപ്പോൾ ഒരു 18,000 റുപ്യ ഉണ്ടാവും പറഞ്ഞു. GoPro Hero 8. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് ഏതോ ലോക്കലൊക്കെ പോയിക്കോളാം. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത് ഗൈസ്. ഇന്ത്യയിലെത്തിയ ഫസ്റ്റ് ഒരു ചായ. ഇതെന്താ കേക്ക് ഉണ്ട് ഗൈസ്. കേക്ക് വേണോ? കേക്ക് കൊടുത്തിട്ടാ
കേക്ക് വേണ്ട, വേറെ എന്താ ഉള്ളത് നോക്കട്ടെ. വേറെ ഒന്നുമില്ല. ആ സമൂസ ഉണ്ട്. ഓ ചില്ലറുണ്ട് ഇനി. ഓ സമൂസ. ആ ഈ ചായൻ്റെ ഒരു സുഖം അവിടുന്നൊക്കെ കുടിക്കുമ്പോളെ. ഏയ് ചൂടൊന്നുമില്ല, ഇങ്ങനെ കഴിക്കാം, കൊള്ളാം. എന്തായാലും ഇപ്പോൾ റൂമൊക്കെയല്ലേ പോണ്, വയറിനെ പിടിക്കണം അവിടെ കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ കോയൊക്കെ എത്തിയിരിക്കുകയാണ്. ഇതാ അപ്പോൾ മൂപ്പരെ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ട്രിപ്പിൾ വെച്ചിട്ടാണ് സ്കൂട്ടിയിൽ പോണെങ്കിൽ. പേര് കോയ, വീട് എടീനുങ്ങളെ ഉറക്കത്തെ എണീറ്റിട്ട് മൂപ്പരെ മുഖം കാണുന്നുണ്ടാവും. അവിടെ എത്തിയിട്ട് വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിഞ്ഞ് താമ്പരത്തിലോട്ടാണ് പോണത്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അല്ലേ? അത്രയല്ലേ ഉള്ളൂ? 7 കിലോമീറ്റർ. അങ്ങനെ മൂപ്പര് കൊണ്ടാക്കി ഇറക്കി തന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ ദിവസമൊക്കെ പോയത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസമല്ല, ഉറങ്ങി എണീറ്റപ്പോൾ ഒരു 11 മണി ആയി കാണും. അപ്പോൾ ഇനി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലോട്ടുള്ള ട്രെയിന്, 4 o'clock. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് പേരെ കാണാനുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് പോവുക. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് കഴിച്ചു. അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും വിശപ്പുണ്ട്. അങ്ങനെ പോവാണ്. ഓ വെയിൽ വേക്കുന്നത് കൊണ്ട് കുറച്ച് സുഖമുണ്ട്. അപ്പം നല്ല ചൂടാട്ടോ. ചെന്നൈ പട്ടണം ഇവിടെ ഒക്കെ ചൂടിന്റെ കാര്യത്തിൽ രണ്ടും കോസ്റ്റൽ റീജിയൻസ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഒടുക്കത്തെ ചൂട്. ചെന്നൈ പിന്നെ പണ്ടേ ചൂടിന് ഫേമസ് അല്ലേ. വാട്ടർ സ്കേഴ്സിറ്റിക്കും. ഗൈസ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനമാണ് ബ്രെഡ് ഓംലേറ്റ്. ആണോ? ഡിസൈനൊക്കെ കൊണ്ട് കഴിച്ചപ്പോൾ ഞാൻ മാരകമായ എന്തോ ഐറ്റമാണെന്ന് വിചാരിച്ചു. ടേസ്റ്റ് നോക്കട്ടെ. ബ്രെഡ് ഓംലേറ്റ് ഇങ്ങനെ രസത്തിൽ ഉണ്ടാക്കാം എന്നിപ്പോൾ മനസ്സിലായി. അതിൽ സോസൊക്കെ തേച്ചല്ല സെറ്റാക്കി. ബ്രെഡിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ഉണ്ടല്ലേ? ചിക്കനൊക്കെ ഉണ്ട്, നല്ല മസാല കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഇനി ചെന്നൈയിൽ വരികയാണ് ഇത് മറക്കണ്ട. ജ്യൂസ് ഫാക്ടറി, നമ്മളെ സ്വന്തം ഇക്കാൻ്റെ സ്ഥലത്ത് താമ്പരം. അപ്പോൾ ഗൈസ് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഇറങ്ങിയാണ് നാട്ടിലോട്ട്. അപ്പോൾ നമ്മളെ കോയക്കാനോട് ടാറ്റ പറയണേ. കോയക്കാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. ഞാൻ ബാഗ് വീണ്ടും മറന്നൊക്കെ വെച്ച് റൂമിലൊക്കെ വീണ്ടും പോയി എടുത്ത് വൻ സീന്. അപ്പോൾ അടുത്ത വട്ടം കോയക്ക ഇവിടെ വരാനൊക്കെ പറഞ്ഞിങ്ങനെ, ഇവിടെ നിന്ന് ചെന്നൈ മൊത്തം കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിങ്ങനെ. നേരെ താമ്പരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഈ റോഡ് ഞങ്ങൾ ക്രോസ് ചെയ്താൽ ശരി, കാണാം. അപ്പോൾ പോയി. അപ്പോൾ ഗൈസ് പൈസ എത്തിയടാ. അപ്പം ഇതാണ് താമ്പരം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലിലോട്ടുള്ള ട്രെയിൻ കിട്ടും. ഏകദേശം 45 മിനിറ്റാണ് ആ ട്രെയിന്. അതവിടെ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ട്രെയിൻ 4:20 നേരെ കയറി കഴിഞ്ഞാൽ 3:27 എങ്ങാനാണ് കോഴിക്കോട് എത്തുക. അതാട്ടോ നമ്മളെ ട്രെയിനിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. അപ്പം ചെന്നൈയോടും ഇവിടെ പറഞ്ഞ് നാട്ടിലോട്ട് എത്തുകയാണ്. പോന്നിട്ട് 10-20 ദിവസമായിട്ടുള്ളൂ. വലിയ ഇതൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഗൈസ് ഇപ്പോൾ കറക്റ്റ് ടൈം 3:20. 4:20 സെൻട്രലിൽ നിന്ന് ട്രെയിന്. ഈ ട്രെയിൻ എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ട്രെയിൻ സ്ലോയിലേ പോകുള്ളൂ. 12 കോച്ചസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വേർ ഇസ് മൈ ട്രെയിനിൽ നോക്കി ഇരിക്കുകയാണ്. 10 കിലോമീറ്റർ ബസ് എത്തി. 4:02 എത്തുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 4:02 എത്തിയാൽ മതി. 5 കിലോമീറ്റർ ആണുള്ളത്. അവിടുന്ന് ഇല്ലെങ്കിൽ ഓടലിട്ട് വരും ഞങ്ങൾ. 8, 9, 10, 11, 12, 13, 14, 15 സ്റ്റേഷൻ ഉണ്ട്. 25 കിലോമീറ്റർ. അതായത് നമ്മൾ സെൻട്രലിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നതിന് 12 സ്റ്റേഷനേ ഉള്ളൂ സ്റ്റോപ്പ് ആകെ. അതിനും വലുതാണ്. അപ്പോൾ പെട്ടെന്ന് പോയാൽ കിട്ടിയത് തള്ളേണ്ടി വരുമോ ട്രെയിൻ? ഗൈസ് ഞങ്ങൾ അവിടുന്ന് ഓടി ട്രെയിനിൽ കയറിയിട്ടു. ട്രെയിനിൽ കയറിയിട്ടപ്പോൾ 4-5 മണിക്കൂറൊക്കെ ആയി. വേർത്ത് കയറിയപ്പോൾ ക്ഷീണിച്ചു ഇല്ലേ? പിന്നെ ഞങ്ങൾ നേരെ ബെർത്തിന് പോയി കഴിഞ്ഞാൽ ഒറ്റ കിടത്താം. പിന്നെ കുറച്ച്
പോയി വണ്ടി തപ്പണ്ട, വണ്ടി ഓൾറെഡി വീട്ടിലെത്തി. വീഡിയോ എന്നുള്ള രാത്രി എടുത്തത് ഗൈസ്. ആ വണ്ടി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ. അപ്പം സ്ഥിരം ഒന്നും കാണിക്കാനൊന്നുമില്ല ട്രെയിനിൽ. നോർമൽ ഒരു സ്ലീപ്പർ ട്രെയിനാണ്. അപ്പോൾ കുറച്ചു നേരം കിടന്നുണ്ട് ഉറങ്ങുക, ഉച്ച വരെ. എന്നിട്ട് നേരെ പോവുക, വണ്ടി എടുക്കുക, ഫായിസിൻ്റെ വീട്ടിൽ പോവുക. അപ്പോൾ നമ്മളെ മനുങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ കേസ്. അപ്പോൾ അത് വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങളെന്താ പേര് പറയാത്തതെന്ന് വെച്ച് കുറേ കമൻറ്റൊക്കെ ഇട്ട് എല്ലാം നാളത്തെ വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ ഗൈസ് ഇവിടുന്ന് പോട്ടെ ഗൈസ്. ഞങ്ങളങ്ങനെ അവനെ കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ? ഞങ്ങളങ്ങനെ തിരിച്ച് ഫായിസിന്റെ പുരയിലെത്തി, ഉറങ്ങി എണീച്ച് നല്ല പൊറാട്ടയും ബീഫും കഴിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയണ്ട്, ഞങ്ങൾ പെപ്സി മേടിച്ചിട്ട് ഒരു സത്യം പറയാലോ, ഇന്ത്യൻ പെപ്സി പോരാ, കുടിക്കാൻ പറ്റില്ല. എന്തൊക്കെ കട്ടിയും ഒരുമാതിരി. ശ്രീലങ്കയിൽ നിന്ന് ഒരു പെപ്സി മേടിച്ച അത് തീരെ നമ്മള് അറിയത്തേ ഇല്ല, അങ്ങനെയും കുടിച്ച് തീരുവനോ. പക്ഷെ ഇവിടെ എത്തിയപ്പോ എന്തോ പ്രശ്നം പറ്റിയിരിക്കും. ഇവിടുത്തെ പെപ്സിക്ക് വിലയും കൂടുതലാ. പിന്നെന്താ പറയാനുള്ളത്? വേറെത്രയൊക്കെ തന്നെ. ഇനി അടുത്ത യാത്ര നമുക്ക് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എന്താ യാസിനിക്കാന്റെ ഉദ്ദേശം എന്തുവാ? ഉദ്ദേശം നമ്മളൊരു വീഡിയോയിൽ പറയാം, നാളത്തെ വീഡിയോയിലോ മറ്റന്നാളത്തെ വീഡിയോയിലും പറയാം. പ്ലാൻ ഉണ്ട്. അതിന് ബൈക്കിലല്ല, ബൈ ഫ്ലൈ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോവാണെങ്കിൽ ആ രാജ്യത്തോട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ വന്നിട്ട് ആ രാജ്യത്തോട്ട് അവിടുന്ന് ഫ്ലൈ ചെയ്യാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ. അപ്പൊ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ പറയാം. അപ്പൊ ദുബായിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. കാരണം ഒരാഴ്ച അവിടെ നിൽക്കണം, എന്നാലേ അടുത്ത രാജ്യത്തോട്ട് പറ്റുള്ളൂ. അപ്പൊ ആ രണ്ട് ദുബായിത്തെ വിസ എടുക്കണം, ദുബായിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള വിസ എടുക്കണം. പിന്നെ ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ ഒരുപാട് ലാഭമുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭമാണ്, പിന്നെ ആ കൺട്രി കാണുകയും ചെയ്യാം. നമ്മൾ ദുബായിൽ ഇതുവരെ പോയിട്ടില്ലല്ലോ. എല്ലാവരും ഒരു ദുബായ് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ അതൊക്കെയാണ് അടുത്ത പ്ലാനുകള്. പിന്നെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, പ്രശ്നങ്ങളൊക്കെ പരിഹാരമാക്കി തീർത്തിട്ട് റിലാക്സ് ആയിട്ട് വേണം പോകാൻ. പിന്നെ അതേപോലെ അവിടെ നിന്നോട്ട് പിന്നെ നാട്ടിലോട്ട് ഓടി വരാനൊന്നും ആകത്തില്ല. ഈ പ്രശ്നം ഇതോടുകൂടി തീർക്കണം, കാരണം അടുത്തുണ്ട്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്നും വീഡിയോസ് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാക്കാൻ. നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും.